അനിയത്തി പേര് ദേവു. ഞാൻ ജനിച്ച 7 വർഷം രാജ്ഞിയെ പോലെ ജീവിച്ച എന്റെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി വന്ന് എന്നെ സൈഡാക്കി മുതൽ. ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് പുള്ളിക്കാരി ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ തന്നെ ക്ഷണിച്ചു കൊണ്ടിരിക്കുവാണ്. ചേച്ചി ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ചു വന്നിരിക്കുന്നതാണ് ഈ സാധനം. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫൗണ്ടേഷൻ, കുറച്ച് ഹൈലൈറ്റർ ഒക്കെ ഇട്ട് അടുത്ത് നമ്മൾ ഐലൈനറിലോട്ട് കിടക്കുവാണ്. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. ആ നോട്ടം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്നിൽ അവർക്ക് യാതൊരു വിശ്വാസമില്ലാന്ന്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഐലൈനർ വരയ്ക്കാൻ പോലും അറിയില്ല. എങ്കിലും ഫുൾ കോൺഫിഡൻസിൽ ഞാൻ വരച്ച് തെറ്റിച്ചു. അവളുടെ ചുണ്ടാനങ്ങുന്നതൊക്കെ എന്നെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഞാൻ അതൊന്നും കേൾപ്പിക്കുന്നില്ല. എന്നെ പത്ത് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അവളെ എന്നെ പിന്നെ ബാക്കി ഐലൈനർ വരച്ചു കേട്ടോ. മുടിക്കായി എങ്കിലും ഞാൻ വരച്ചു തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. കണ്ണെഴുതി കൊടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ കുറച്ച് പൗഡർ അടിച്ച് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നിന്റെ ഇതുവരെയുള്ള ഉപകാരങ്ങൾക്കൊക്കെ നന്ദി, ഇനി ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ലൈനർ എടുത്ത് വരയ്ക്കുവാണ്. കൂടെ വിഷ്കേറിന്റെ ഒരു ലിപ് ബാമും ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്കാണ് യൂട്യൂബ് ചാനൽ നോക്കുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആയി ശ്രദ്ധിച്ചത് കേട്ടോ. ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെ നിങ്ങളുടെ സന്തോഷം പറയണമെന്ന് എനിക്കറിയില്ല. അത്ര ഹാപ്പിയാണ്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത ഹെയറോട് ഒന്ന് സെറ്റ് ചെയ്ത് അവളുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവൾ തന്നെയാണ് അത് ചെയ്തത്. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു പെർഫ്യൂം കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഓക്കെ, ബൈ.